ഹായ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ ജസ്റ്റ് രാവിലെ കുളിച്ച് ഇനിയിപ്പം ഓട്ടിടാൻ പോകണം. രാവിലെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ പോയി. നിങ്ങളൊക്കെ ഓട്ടിട്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ പരിസരമൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് വെക്കുന്ന നമ്മുടെ വീട്. കേട്ടോ, ഇത്രയായിരിക്കും. ഇനി മേളിലോട്ട് കെട്ടണം. അകത്ത് ഇങ്ങനെ വെച്ചേക്കോട്ടോ, പട്ടിയൊന്നും കയറാതിരിക്കാൻ. നമുക്ക് ഫസ്റ്റ് 2 റൂം, അടുക്കള, സ്റ്റെപ്പ്, ഇങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ പണ്ട് ഞങ്ങളിവിടെ ഒരു കുഞ്ഞ് വീടായിരുന്നു. നല്ല രസമായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ കിണർ ഇതാണ്. പിന്നെ ഇത് നമ്മുടെ പുളിഞ്ചിക്കാമരമാണിത്. ഞങ്ങളുടെ പുളിഞ്ചിക്കാമരം പണ്ട് ഇവിടെ ഇതിനോട് ചേർന്നൊരു ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇവിടെ പണ്ട് നേരത്തെ വീട് ഇവിടം വരെ ഉള്ളായിരുന്നു. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇല്ല. അത് നമ്മുടെ ഒരു മാവ്. താഴോട്ട് നമ്മുടെ അച്ഛൻ്റെ വീടാണ്. ഇത് ഞങ്ങളുടെ കുഞ്ഞ് കറിവേപ്പില. ഞങ്ങളുടെ വീട്ടിലും കറിവേപ്പില ഇങ്ങനെ വരും പോകും. കറിവേപ്പില വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അതായത് ഇല്ല, കറിവേപ്പില പിടിച്ച് വരും. അതേതെങ്കിലും പുഴുവോ എന്തെങ്കിലും ഇങ്ങനെ കടിച്ചിട്ട് അതങ്ങ് ഉണങ്ങിപ്പോവും. അതാണ് ഇവിടെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. താഴെ ഒരെണ്ണമുണ്ട്, നമ്മുടെ അയ്യത്തും ഒരെണ്ണമുണ്ട്. ഇവിടുന്ന് തൊട്ട് താഴെ കാണുന്നത് അച്ഛൻ്റെ വീട്. അതായത് അച്ഛൻ്റെ വീട് ചാത്തന്നൂരായിരുന്നു. അവിടുന്ന് അവിടുന്ന് മൊത്തം വിറ്റിട്ട് ഇവിടെ, അതായത് അപ്പൂപ്പൻ്റെ തന്നെ താഴോട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് അവർ അവിടെ തന്നെ വീട് വെച്ചേക്കും. ഇപ്പോൾ അവിടെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ കൊച്ചച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. ഇപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയാണ്. അനിയത്തിയുടെ പേരിൽ ഇപ്പം ആ വീട്. അവള് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് പോകും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിസരമൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ആ മുൻവശത്ത് കാണുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഞങ്ങൾ സ്നേഹിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻഷേൻ്റെ വീട് കാണാം. അതുകൊണ്ട് ആ ഓടിട്ട വീടാണ് അൻഷേൻ്റെ വീട്. ഞങ്ങൾ പണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ചീനി വെക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ചീനി വെക്കുമായിരുന്നു. അപ്പം ചീനി വെക്കുമ്പം നമ്മൾ അതിനിടയിൽ കൂടെ, അപ്പോൾ ചീനിയെല്ലാം ഇങ്ങനെ വളർന്ന് വലുതാവുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി പുള്ളിക്കാരൻ അവിടുത്തെ വീടിൻ്റെ വാതിൽ വന്നിരിക്കും. ഞാനും അപ്പോൾ ഇവിടെ വാതിൽ വന്നിരിക്കും. വേറെ ആർക്കും അറിയത്തില്ലല്ലോ, അനിയത്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ഓരോ കോഷ്ടി കാണിക്കും. ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ചീനി വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചീനി എടുത്ത് മാറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമയം, അതായത് ഈ നമ്മൾ സ്കൂള് കഴിഞ്ഞിട്ട് ഈ വെക്കേഷൻ സമയമില്ല, ആ സമയത്താണ് ഇത് ചീനിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചീനി പിന്നെ രണ്ടാമത് നടുന്നത്. ആ സമയത്ത് ഭയങ്കര രസമാണ്. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ വന്നിരിക്കും. പുള്ളിക്കാരൻ പോകുമ്പോഴത്തേന് ഞാനും പോകും. പിന്നെയും ഞാൻ കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേനും ഇവിടെ നല്ല രസം, ഭയങ്കര മെമ്മറീസൊക്കെ ആയിരുന്നു അതൊക്കെ. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് അത്. ഇപ്പം അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. പക്ഷെ നേരത്തെ ഇവിടെ കാണാൻ നല്ല രസം. ഇവിടെ മൊത്തം അപ്പൂപ്പനൊരു ഈ പൂവ് ചെടികളെല്ലാം വെക്കുമായിരുന്നു. ഇപ്പം ഈ നമ്മുടെ ഈ വീട് വെച്ചതുകൊണ്ടാണ് ഇതെല്ലാം ഇവിടുന്ന് മാറ്റിയത്. ഇവിടെയൊക്കെ ചെടികളായിരുന്നു. നല്ല രസമായിരുന്നു നേരത്തെ കാണാൻ. ഇവിടെ ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു, കുഞ്ഞതാണ്, പക്ഷെ നല്ലതുപോലെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് മുറിച്ച് അതിനകത്ത് ഞങ്ങൾ ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ചെടികൾ, ചെമ്പരത്തി ആയാലും എല്ലാം, ഇവിടുത്തെ എല്ലാം മരം മുറിച്ചതാണ്. അങ്ങനെ ഇപ്പം ഇതാണ് നമ്മുടെ വീടും പരിസരവും ഇതാണ്. ഇപ്പം ഇവിടെ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹോം ടൂറൊക്കെ നടത്താം. അടിപൊളിയായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വീടും പരിസരമൊക്കെ.